സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ വിവാദ പരാമർശത്തെ ന്യായീകരിച്ച് സമസ്ത നേതാവും SYS സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുസ്സമദ് പൂക്കോട്ടൂരും രംഗത്ത്. ഇസ്ലാമിൽ ഒരു സ്ത്രീ എങ്ങനെ ആവണമെന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കും, അത് അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചാൽ മതിയെന്നും അബ്ദുസ്സമദ് പൂക്കോട്ടൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകൾക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടെന്നും തുല്യനീതിയാണ് വേണ്ടതെന്നും അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ KSRTC ബസ്സുകളിൽ പിന്നെ എന്തിനാണ് സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റുകൾ? റെയിൽവേയിൽ സ്ത്രീകൾക്ക് പ്രത്യേക കോച്ചുകൾ നൽകുന്നതും തുല്യതയ്ക്കെതിരല്ലേ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതിയാണ് വേണ്ടത്. വേദങ്ങളിലും സമാനമായ പരാമർശങ്ങൾ ഉണ്ട്. ശബരിമലയിലെ സ്ത്രീകൾക്കുള്ള നിയന്ത്രണങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നും അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറഞ്ഞു. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് പറയാനാകില്ലെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞത്. തുല്യനീതിയാണ് വേണ്ടത്. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന പ്രായോഗികമല്ലാത്ത മനുഷ്യയുക്തിക്കെതിരായ വാദം സമൂഹത്തിൽ കയ്യടി കിട്ടാൻ കൊണ്ടുവരുന്നതാണ്. പണം ഞങ്ങൾ തരും. തുല്യരാണെന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. ലീഗിന് ഇക്കാര്യത്തിൽ ശക്തമായ അഭിപ്രായമുണ്ട്. ഒളിമ്പിക്സിൽ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത മത്സരമാണ്. ബസ്സിൽ പ്രത്യേക സീറ്റുകളാണ്. ശൗചാലയം വെവ്വേറെയാണ്. ഇതെല്ലാം ഇവർ വ്യത്യസ്തരായതിനാലാണ്. ഈ അഭിപ്രായത്തിൽ നിന്ന് ലീഗ് മാറില്ല. കാന്തപുരം വിഭാഗവുമായി മുസ്ലിം ലീഗിന് എതിർപ്പില്ല. മതസമുദായത്തിലെ ആചാര്യന്മാർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്നും എടക്കരയിൽ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അതേസമയം മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകുന്നുണ്ടെന്ന് വിഷയത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതിയിലും യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയിലും വനിതകളുണ്ട്. ഭാവിയിൽ മറ്റു ഭാരവാഹിത്വങ്ങളിലേക്കും വനിതകളെ പരിഗണിക്കും. നിയമസഭാ സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. PMA സലാമിന്റെ വിവാദ പരാമർശത്തിനെതിരെ CPI നേതാവ് ആനി രാജ രംഗത്തെത്തി. ലിംഗനീതിയെക്കുറിച്ചുള്ള നഴ്സറി ക്ലാസ്സിൽ സലാമിനെ വിടണമെന്നും വിഷയത്തെക്കുറിച്ച് ചെറിയ ക്ലാസ്സിൽ നിന്ന് അവബോധം നൽകണമെന്നും ആനി രാജ പറഞ്ഞു. സലാം പറയുന്നതാണോ പാർട്ടി നിലപാട് എന്ന് ലീഗ് വ്യക്തമാക്കണം. ഇന്നത്തെ കാലത്ത് ഒരു നേതാവും പറയാൻ പാടില്ലാത്തതാണ് സലാം പറഞ്ഞത്. പുരുഷ മേധാവിത്വ പ്രവണത വെളിപ്പെട്ടെന്നും CPI നേതാവ് ആനി രാജ പറഞ്ഞു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.